ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, മൗലിദ് ആഘോഷിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? എങ്കിലല്ലേ നമുക്കിത് പാടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മൗലിദ് ആഘോഷം പാടില്ല. അപ്പോൾ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ഇമാം അവിടെ നിന്ന് കൂട്ടപ്രാർത്ഥന നടത്തിയും മഅ്മൂമികൾ ആമീൻ പറയുകയും ചെയ്യുന്നത് ഒരു തെളിവില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20,000-ഓളം വഖത്ത് ഫർള് നിസ്കരിച്ചിട്ടും ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. അത് പറഞ്ഞാൽ അപ്പം പറയും അങ്ങനെ നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥന ഹറാമാകുന്നു എന്ന് ഹദീസുണ്ടോ? ഇതെന്താ ഇസ്ലാമിൻ്റെ അസൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഇസ്ലാമിൽ ഇബാദത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് നബി ചെയ്തത് ചെയ്യാന്നുള്ളതാണ്, അല്ല നബി വിരോധിക്കാത്തൊക്കെ ചെയ്യാന്നല്ല. അത് മുആമലാത്തിലാണ്. കച്ചവടം, കൃഷി പോലുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നബി വിരോധിക്കാത്തതൊക്കെ ചെയ്യുക. അപ്പം നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ, അപ്പം ഞാൻ മൊബൈലിൻ്റെ കച്ചവടം തുടങ്ങുക, അള്ളാഹുവിൻ്റെ റസൂൽ മൊബൈലിൻ്റെ കച്ചവടം ചെയ്തിട്ട് റബ്ബേ ഹറാമാവോ? പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ച കച്ചവടത്തിൽ പെടുവോ? അത് മാത്രം നോക്കിയാൽ മതി. റസൂലുള്ളാഹിയുടെ കാലത്തില്ലാത്ത ഒരുപാട് കൃഷിയും കച്ചവടങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവും. അവിടെ വിരോധിക്കപ്പെടാത്തതൊക്കെ ചെയ്യാം, അതെല്ലാം ഹലാലാണ് എന്നത് മുആമലാത്തിലാണ്. എന്നാൽ ഇബാദത്തിന്റെ കാര്യത്തിലോ നബി ചെയ്തതെന്തോ അത് ചെയ്യുക. അസ്ല് മൻആണ്, പാടില്ല എന്നാണ്. ഇല്ലാമാ വെറുതെ വന്നാലല്ലാതെ. ഇപ്പോൾ ഒരാൾ 6 വഖത്ത് നിത്യം നിസ്കരിക്കുക, എന്നിട്ട് അയാൾ പറയാണ്, അപ്പോൾ നമ്മൾ 5 വഖത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. 6 വഖത്ത് നിസ്കരിക്കൽ ഹറാമാകുന്നു എന്ന ആയത്ത് കൊണ്ടുപോവാ, ഹദീസ് കൊണ്ടുപോവാ. നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ ഈ മൗലിദ് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഷിയാക്കൾ ഇങ്ങനെ മൗലിദ് ആഘോഷം എന്നൊന്ന് കൊണ്ടുവരും, അത് പിന്നെ സൂഫികൾ ഏറ്റെടുക്കും എന്ന്, അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മുൻകൂട്ടി പറഞ്ഞിണോ? ഇങ്ങനെ എന്തെല്ലാം അനാചാരം ഓരോ നാട്ടിലുണ്ടാകുന്നുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പേരെടുത്ത് പറഞ്ഞിട്ട് വേണോ? അങ്ങനെ പേരെടുത്ത് വിരോധിക്കേണ്ടതില്ല, ചെയ്തത് ചെയ്യുക. ഒരാളിപ്പോൾ മഗ്രിബ് 4 റക്അത്ത് നിസ്കരിക്കുക, അപ്പം നമ്മളെ പാടില്ല 3 ഉള്ളൂ. അതെന്താ? അള്ളാഹുവിൻ്റെ റസൂൽ 3 നിസ്കരിച്ചിട്ടുള്ളൂ. സല്ലു കമാ റഅയ്തുമൂനി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം റസൂൽ പറഞ്ഞിട്ടുള്ളത്. 4 വഖത്ത് മഗ്രിബ് ഹറാമാകുന്നു എന്നൊരു ഹദീസ് തരണം, എന്നാലേ ഞാൻ മാറ്റുള്ളൂ, അല്ലെങ്കിൽ നിസ്കരിക്കും ഞാൻ 4 റക്അത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹദീസ് ഉണ്ടാവുമോ? അപ്പോൾ എന്താ? അപ്പോൾ ഇബാദത്തിൽ നിയമം എന്താണ്, മുആമലാത്തിൽ എന്താ നിയമം എന്നറിയില്ല. ഇബാദത്തുകളിൽ ചെയ്തത് മാത്രം ചെയ്യാം, അപ്പുറം ചെയ്യൽ ഹറാമാണ്. 4 നിസ്കരിച്ചാൽ 4 നിസ്കരിക്കാവൂ, അത് നമുക്ക് കൂട്ടാനോ കുറക്കാനോ പാടില്ല. എന്നുവെച്ചാൽ കച്ചവടം, കൃഷി പോലുള്ള കാര്യങ്ങളിൽ വിരോധിക്കപ്പെടാത്ത ഒക്കെ ചെയ്യാം, അത് വിരോധിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു അടിസ്ഥാന തത്വം മറന്നുകൊണ്ടാണ് നബി അങ്ങനെ വിരോധിച്ചതായിട്ട് ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്നത്. അത് വങ്കത്ത ചോദ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി സാധാരണക്കാരെ ഈ ബിദ്അത്തിൽ പിടിച്ചു നിർത്താനാണ് ഇവിടെ പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഉമ്മത്തിനോടുള്ള നസീഹത്ത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ആരോടും വിരോധം ഉണ്ടായിട്ടല്ല. പൊതുജനങ്ങൾ അറിയാത്ത ലലാലത്തിൽ പെട്ടുപോവാണ്. കാരണം ബിദ്അത്തിന്റെ ഗൗരവം കഴിഞ്ഞ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ തൗബ അള്ളാഹു തടഞ്ഞു വെക്കുന്നതാണ്. ലലാലത്താണിത്, നരകത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുത്ബയിലും ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. സുന്നത്ത് തന്നെ ധാരാളം ഇവിടെ നിർവഹിക്കാനുണ്ട്. മറക്കപ്പെട്ട ആളുകൾ അവഗണിച്ച് എത്ര നബിചര്യകൾ ഇവിടെ ഉണ്ട്. അതിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് അഹ്ലുസുന്നത്തിന്റെ ആളുകൾ പരിശ്രമിക്കേണ്ടത്. ഇടക്കാലത്ത് കടന്നുകൂടിയിട്ടുള്ള ഇത്തരം ബിദ്അത്തുകളെ നിരാകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.